ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് ചീര വെച്ചിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ചീരയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പച്ച ചീരയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചീരയാണ് കേട്ടത് ഈ ഒരു പച്ച ചീര. ഇതിനൊരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചുവപ്പ് ചീര കുഴപ്പമൊന്നുമില്ല, എന്നാലും പച്ച ചീരക്കാണ് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തണ്ട് ഭാഗമൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുഞ്ഞ് പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കുഞ്ഞ് പീസാക്കിയിട്ട് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നവർ നമ്മളെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഞാൻ ഇതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അരമുറിൻ്റെ അടുത്താണ് കേട്ടോ തേങ്ങയുള്ളൂ. നിങ്ങൾക്ക് അരമുറി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ചധികം തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് 2-3 ചുവന്നുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്, അത് മാത്രം മതിയാവും. 2 പച്ചമുളക് തന്നെ കൂടുതലാണ് കേട്ടോ എരിവ്. പിന്നെ എരിവില്ലാത്ത പച്ചമുളകൊക്കെ ആകുന്നേരം നമുക്ക് 3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തേങ്ങ ഇതേപോലെ പീസാക്കി ഇടണമെന്നില്ല കേട്ടോ, ചിരവിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിനു, ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിനു. അതിലേക്ക് നമ്മൾ കടുകാണ് പൊട്ടിച്ചത്. അപ്പോൾ ഒരു വലിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കടുകിലേക്ക് ഇട്ട് കൊടുത്തി കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷമാണ്. ഇനിയിപ്പോൾ ഈ ഒരു വലിയ ഉള്ളി ചുവന്ന് വരട്ടെ. ഇനിയിപ്പോൾ ഇത് കരിയാണ്ട് നിൽക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ചുവന്ന് വരണം. എല്ലാ ഭാഗവും ചുവക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മൂത്ത് വന്നാൽ മതിയാവേ. അപ്പോൾ എന്നാലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ അതിൽ മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളി ഒന്ന് ചുവന്ന് വരണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊന്ന് ചുവന്ന് വന്നോട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ആയിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച ചീരയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കണേ, അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളി കരിഞ്ഞു വിടും കേട്ടോ. എന്നിട്ട് നമുക്ക് ചീരയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ച് കൊടുക്കുക. ചീര കുറേ നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് നേരം ഒന്ന് താളി കിട്ടിയാൽ മതി, പെട്ടെന്ന് തന്നെ വെന്തോളൂ. കുറേ സമയം വെന്ത് കഴിഞ്ഞാൽ ചീരൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ തീരെ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചീരയിലേക്ക് എണ്ണേൻ്റെത് എല്ലാ ഭാഗത്തെത്തുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങൻ്റെ കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് നല്ലോണം വേവേണ്ട ആവശ്യമില്ല, തേങ്ങൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയേ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചമ്മന്തി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഈ ഒരു ചമ്മന്തി ചേർത്ത് കൊടുക്കുന്നത്.
നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ചമ്മന്തി എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഒരു ചമ്മന്തി എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നടുഭാഗത്ത് ഇതേപോലെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് മുട്ട നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. വെള്ളം ഇറങ്ങി വരും കേട്ടോ, ചീരൻ്റെ അകത്തുനിന്ന് കുഴപ്പമില്ല. അതിൻ്റെ അകത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ 2 or 3 ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഒരു മുട്ട മാത്രം മതിയാവും. ഇതിൽ ഞാൻ തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുട്ടയും തേങ്ങയും ചീരയും എല്ലാം കൂടി മിക്സ് ആവുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നടുക്ക് വെച്ചിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. മുട്ട നടുന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. മുട്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ചീരൻ്റെ എല്ലാ ഭാഗത്തും മുട്ട എത്തുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെയുണ്ട് ചീരയും മുട്ടയുള്ള തോരൻ. അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ചീര കൊണ്ട് ഇതേപോലെ തന്നെ എന്നിട്ട് ചെയ്യുക. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടാനൊക്കെ പറ്റി നല്ല അടിപൊളി ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. കണ്ടില്ലേ, അടിപൊളിയല്ലേ. തേങ്ങയും മുട്ടയും എല്ലാം കൂടി മിക്സായി വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചീര മാത്രം മതിയാവും ചോറിന്, അത്രയ്ക്ക് ടേസ്റ്റാണ്.